100 Days 100 Storiesൽ ഇന്ന് ശിവ ട്രൈലജിയിലെ മൂന്നാമത്തത് ദ ഓത്ത് ഓഫ് വായുപുത്ര. ഇത് ഒരു ഭയങ്കര റീഡിങ് എക്സ്പീരിയൻസ് ആണ്. അതിനേക്കാൾ ഉപരി ഇതൊരു സിനിമ ആക്കിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് പോയിട്ടുള്ള ഒരു പാർട്ടാണ്. കാരണം ഓത്ത് ഓഫ് വായുപുത്രയിൽ ഫുൾ ഓഫ് ബാറ്റിൽസ്, അടിപിടി ബഹളം, പിന്നെ കുറേ സീക്രട്സ് റിവീലിംഗ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. നമ്മൾക്ക് സ്റ്റോറി പറഞ്ഞാൽ പോലും അത്രയും നമ്മളുടെ ഉള്ളിലേക്ക് പോകാത്ത വിധം ആഴത്തിലുള്ള കുറേ സീൻസാണ് ഓത്ത് ഓഫ് വായുപുത്രയിലുള്ളത്. ഇപ്പോൾ ഇതിന്റെ തുടക്കത്തിൽ നമുക്ക് കാണുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് സീക്രട്ട് ഓഫ് നാഗാസ് അവസാനിച്ചത് ശിവയും നമ്മുടെ സതിയും കൂടെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആവുന്നു, സ്നേഹത്തിലാവുന്നു, അവരുടെ ഒരു ലൈഫ് കാണിച്ചു തുടങ്ങിയ നിമിഷമാണ്. എന്നാൽ നേരെ ഓത്ത് ഓഫ് വായുപുത്രയിലേക്ക് വരുമ്പോൾ ഒരു വല്ലാത്തൊരു ബാറ്റിൽ ഉണ്ടാവുന്നു. അതിൽ സതി കൊല്ലപ്പെടുകയാണ്. സതി കൊല്ലപ്പെടുന്നതോടുകൂടി ശിവയുടെ സ്വഭാവം അങ്ങ് മാറുകയാണ്. ശിവ വീണ്ടും റിവെഞ്ച് എന്നുള്ള നിലയിലേക്ക് മാറാണ്. അങ്ങനെ ശിവ ഒരു അലയൻസ് ഉണ്ടാക്കുന്നു. വീരഭദ്ര, വീരൻ, അങ്ങനെ 2-3 പേരായിട്ട് അലയൻസ് ഉണ്ടാക്കിയിട്ട് സതിയെ കൊന്ന ആൾക്കാരെ തേടി പോവുകയാണ്. അങ്ങനെയാണ് ഓത്ത് ഓഫ് വായുപുത്ര എന്ന് പറയുന്നതിലെ വായുപുത്ര എന്ന് പറയുന്നൊരു ട്രൈബായിട്ട് ശിവ അലയൻസ് ആവുകയാണ്. അങ്ങനെ ഫുൾ ഓഫ് ബാറ്റിൽസ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ, ഈ സോമരസത്തെ പറ്റി നമ്മൾ കഴിഞ്ഞതിലും രണ്ട് പാട്ടിലും നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സോമരസം ആണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. സോമരസം ഒരു ഡ്രിങ്ക് ആണ്, അമൃത് പോലെയൊക്കെയാണ് ആദ്യമേ നമുക്ക് തോന്നുക. പക്ഷെ ഇതിൻ്റെ കോൺസ്റ്റന്റ് യൂസ്, സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് മനുഷ്യർക്ക് ഡിഫോമിറ്റീസ് ഉണ്ടാവുന്നതും ആ നാട്ടിലെ പ്രശ്നങ്ങളുടെ ഒക്കെ കാരണം ഈ സോമരസം ആണെന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ നമ്മുടെ ശിവയ്ക്കത് ഭയങ്കര തലവേദനയായി തോന്നുകയാണ്. അപ്പൊ ശിവ മനസ്സിലാക്കുകയാണ് ഈ സോമരസം ഉണ്ടാക്കുന്നത് ആരാണ്? ബ്രഹ്മ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ബ്രഹ്മ പറയുമ്പോൾ നമ്മുടെ ബ്രഹ്മാവൊന്നുമല്ല, പക്ഷെ ആ പേരിട്ടിരിക്കുന്നത് ഒരു ക്രിയേറ്റർ ആണ്, അല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ബ്രഹ്മ. അതായത് ഒരു രാമരാജ്യം അല്ലെങ്കിൽ എല്ലാം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിന്റെ ഒരു മേളിലിരിക്കുന്ന ആളാണ് ബ്രഹ്മ. പക്ഷെ അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ മിസ്റ്റേക്ക് വരുന്നത്, അല്ലെങ്കിൽ സോമരസം അയാളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ചിന്ത ശിവയെ ഭയങ്കരമായിട്ട് വറീഡാക്കുന്നു. അങ്ങനെ അവസാനം ബാറ്റിലാണ്. ഫുൾ ഓഫ് ബാറ്റിൽസ് ആണ് ഈ സ്റ്റോറിയിൽ ഫുള്ള്. എന്നിട്ട് ശിവയും ബ്രഹ്മയായിട്ടുള്ള ബാറ്റിൽ ബ്രഹ്മ കൊല്ലപ്പെടുന്നു. ശിവ അങ്ങ് ഡിസപ്പിയർ ആവുകയാണ്. അതായത് മഹാദേവൻ പ്രകൃതിയിൽ ലയിച്ചു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അങ്ങോട്ട് എത്തുകയാണ്. ഇതാണ് ഓത്ത് ഓഫ് വായുപുത്ര. ഞാൻ ഈ സ്റ്റോറി പറയുമ്പോൾ ഫുള്ളായിട്ട് അല്ലെങ്കിൽ ആ കംപ്ലീറ്റ് ലെങ്ത്തിലല്ല സ്റ്റോറി പറയുന്നത്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റീഡിങ് എക്സ്പീരിയൻസ് പോകും. ഞാൻ ഓരോ സ്റ്റോറി പറയുമ്പോഴും നിങ്ങൾ ആ കഥ വായിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് ഞാൻ ഈ ഓരോ കഥയും പറയുന്നത്. സോ ഓത്ത് ഓഫ് വായുപുത്ര എന്തായാലും നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു ഗംഭീര പുസ്തകമാണ്.